വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മുണ്ടക്കയിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റായ യൂത്ത് കോൺഗ്രസ് എത്ര വീടാണ് വാഗ്ദാനം നൽകിയത്? 25 വീട്. 25 വീടുകൾ ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് രാഹുൽ മാങ്കൂട്ടം വാഗ്ദാനം നൽകിയത്. അല്ലേ? അങ്ങനെയല്ലേ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്? ഓ, 30 വീടുകൾ. 25 വീടുകളാണ് ആദ്യം പറഞ്ഞതെങ്കിലും പിന്നീട് അത് 30 വീടുകളാക്കി. അല്ല, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം 25 വീടുകൾ എന്നുള്ളത് 30 വീടുകളാക്കി വർദ്ധിപ്പിച്ചത്? അത് മറ്റൊന്നും കൊണ്ടല്ല, രാഹുൽ മാങ്കൂട്ടം 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇടതുപക്ഷ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ തങ്ങളും 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐയെക്കാളും ഒരു വീടെങ്കിലും കൂടുതൽ നിർമ്മിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഒരാളോട് പോലും ചോദിക്കാതെ രാഹുൽ മാങ്കൂട്ടം 25 വീടുകൾ എന്നുള്ളത് 30 വീടുകളാക്കി ഉയർത്തി കണ്ണുമടച്ചൊക്കെ പ്രഖ്യാപിച്ചത്. ഈ ഒരാളോട് പോലും ചോദിക്കാതെ എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. അത് കഴിഞ്ഞ ദിവസം നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ഇടുക്കി നേതൃ ക്യാമ്പിൽ പങ്കെടുത്ത പ്രതിനിധികൾ ക്യാമ്പിൽ നടന്ന ചർച്ചയ്ക്കിടെ മാങ്കൂട്ടത്തിനെ ഇരുത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞ കേസാണ്. അപ്പോൾ അതാണ് കാര്യം. മാങ്കൂട്ടം 25 വീടുകൾ എന്നുള്ളത് 30 വീടുകളാക്കി ഉയർത്തി പ്രഖ്യാപിച്ചു. ഇതുവരെയും അതിൻ്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല. ജൂലൈ മാസത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി യൂത്ത് കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകൾക്ക് തറക്കല്ലിടും എന്ന് കഴിഞ്ഞയാഴ്ചയോ അതിന് മുമ്പലത്തെ ആഴ്ചയോ മാങ്കൂട്ടം പറഞ്ഞിരുന്നു. ജൂലൈ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഓഗസ്റ്റാണ്. രാഹുൽ ഗാന്ധി എത്തിയില്ല. രാഹുൽ ഗാന്ധി എത്തുകയോ എത്താതിരിക്കുകയോ കല്ലിടുകയോ ഇട്ട കല്ല് ഇളക്കി മാറ്റുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ആ 30 വീടുകൾ എന്ന് പൂർത്തിയാകും? ജനങ്ങൾക്കറിയേണ്ടത് ആ കാര്യമാണ്. രാഹുൽ ഗാന്ധിക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തറക്കല്ലിടണം. ഏതെങ്കിലും ഒരു രാഹുൽ പോരെ? ദുരന്തത്തിൽപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു വീട് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. 30 വീടുകൾ വച്ച് നൽകാമെന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നമെന്ന് ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ചില സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതായത് 30 വീടുകളാണല്ലോ രാഹുൽ മാങ്കൂട്ടം ദുരന്ത ബാധിതർക്ക് വച്ച് നൽകാമെന്ന് പറഞ്ഞത്. പക്ഷേ മാങ്കൂട്ടം പ്രസിഡന്റായ യൂത്ത് കോൺഗ്രസിന്റെ കയ്യിൽ വീട് വയ്ക്കാനായി പിരിച്ചെടുത്ത തുകയായി 80 ലക്ഷം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം പറയുന്നത് കേട്ടായിരുന്നു. സർക്കാർ 30 ലക്ഷത്തോളം മുടക്കി വയ്ക്കുന്ന വീട് പോരാ എന്നും ഇതേ ഫെസിലിറ്റിയുള്ള വീട് 8 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ വച്ച് കാണിച്ചു തരാമെന്നുമാണ് മാങ്കൂട്ടം പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി. രാഹുൽ മാങ്കൂട്ടം ദുരന്ത ബാധിതർക്കായി വയ്ക്കുന്ന ഒരു വീടിൻ്റെ ചിലവ് 8 ലക്ഷമാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 10 വീട് വയ്ക്കുമ്പോൾ തന്നെ ഈ 80 ലക്ഷം കഴിയില്ലേ? ബാക്കി 20 വീട് എങ്ങനെ വയ്ക്കും? ഇനിയും പിരിക്കാൻ ഇറങ്ങേണ്ടി വരില്ലേ? ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇനി പിരിവിനിറങ്ങി ഏതെങ്കിലും നാട്ടുകാരുടെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ടാൽ അവരെ കാണുന്ന സ്ഥലത്ത് അവരൊരു കുഴിയെടുത്ത് യവന്മാരെ പിടിച്ച് ആ കുഴിക്കകത്ത് കിടത്തി മണ്ണിട്ട് മൂടി മുകളിൽ കല്ലും വയ്ക്കും. അത്തരത്തിലുള്ള വാർത്തകളാണ് സത്യം പറഞ്ഞാൽ ഈ ദുരന്തബാധിതരെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ 80 ലക്ഷം രൂപയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കണക്കനുസരിച്ച് 10 വീടുകൾ ചിലപ്പോൾ കെട്ടി ഉയർത്താൻ പറ്റുമായിരിക്കും എന്നാണ്. ബാക്കി 20 വീടുകൾ എങ്ങനെ വയ്ക്കുമെന്ന് യാതൊരു പിടുത്തവുമില്ല. എന്നാൽ ഞാൻ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർത്തിയാക്കാൻ പോകുന്നത് 10 വീടുകളോ 20 വീടുകളോ അല്ല, 30 വീടുകളും ആയിരിക്കില്ല. വേണമെങ്കിൽ അദ്ദേഹം 100 വീടുകളും പൂർത്തിയാക്കും. അതിന് കാശ് എങ്ങനെ ലഭിക്കുമെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് 100 അല്ല, വേണമെങ്കിൽ 1500 വീട് വയ്ക്കാനുള്ള കാശും ഉടൻ തന്നെ ലഭിക്കും. ആരും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ കാശ് എത്തുകയാണ്. തമാശയാണെന്ന് വിചാരിച്ച് തള്ളിക്കളയല്ലേ. ഞാൻ പറയുന്നത് വ്യക്തമായി കേട്ടാൽ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം പണം ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും MLA ആണെന്നുള്ളതും കൊണ്ട് ആരോട് ചോദിച്ചാലും പണം കൊടുക്കും. ആൾക്കാരെ വിളിച്ചുകൂട്ടി വീട് വെച്ച് കൊടുക്കണം, സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആരും സഹായിക്കും. കാരണം സമൂഹത്തിൽ വളരെ പ്രധാനമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ. അയാൾ നല്ലൊരു കാര്യത്തിന് പണം ആവശ്യപ്പെട്ടാൽ മുന്നും പിന്നും നോക്കാതെ തീർച്ചയായും എല്ലാവരും സഹായിക്കും. പക്ഷേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല പണം ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ നടത്തിയൊരു പരാമർശം എല്ലാവരും കേട്ട് കാണുമല്ലോ. ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ സർക്കാർ നിർമ്മിച്ച മാതൃകാ ഭവനം 30 ലക്ഷം രൂപയ്ക്കുള്ള വീടാണെന്ന് തോന്നുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ ഭവന നിർമ്മാണം അവിടെ ഉടൻ ആരംഭിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പണിതു നൽകുന്ന വീടിന് 8 ലക്ഷം രൂപ മാത്രമാണ് ചെലവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള സർക്കാർ വിമർശകർ മാതൃകാ വീടുമായി ബന്ധപ്പെട്ട നുണകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി കെ രാജൻ തന്നെ കഴിഞ്ഞ ദിവസം നേരിട്ട് രംഗത്തെത്തിയിരുന്നു.
സർക്കാർ നിർമ്മിച്ച മാതൃകാ വീടിൻ്റെ യഥാർത്ഥ കണക്കും ആ വീടിന് എങ്ങനെയാണ് അത്രയും തുക ആയതെന്നും എന്തൊക്കെ സൗകര്യങ്ങളാണ് ഓരോ വീട്ടിലും ഒരുക്കിയിട്ടുള്ളതെന്നും മാത്രമല്ല എത്ര ബലവത്തായിട്ടാണ് ഓരോ വീടും നിർമ്മിച്ചിട്ടുള്ളത് എന്നും വിശദമായി വ്യക്തമാക്കിക്കൊണ്ടാണ് കെ രാജൻ രംഗത്തെത്തിയത്. എല്ലാ കണക്കും കൂട്ടി നോക്കുമ്പോൾ ഒരു വീടിന് 26,95,000 രൂപയാണ് ചെലവായി വരുന്നത്. വീടുകളുടെ 3 മുതൽ 5 വർഷത്തെ മെയിൻ്റനൻസ് അടക്കമുള്ള തുകയാണ് ഈ പറഞ്ഞത്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാം, മന്ത്രി പറഞ്ഞതനുസരിച്ച് വളരെ സൗകര്യവും അതുപോലെ തന്നെ ഇനിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അതിനെ അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ ഒരു വീടാണ് ടൗൺഷിപ്പിൽ ഉയരുന്നത് എന്ന്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം തന്നെ 8 ലക്ഷം രൂപയുടെ വീടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ, അതായത് സർക്കാർ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ആ 8 ലക്ഷം രൂപയുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയും അംഗീകരിക്കപ്പെടുക തന്നെ വേണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ആ സൗകര്യങ്ങളെല്ലാം വച്ചുകൊണ്ട് തന്നെയാണ് 8 ലക്ഷം രൂപയ്ക്ക് അതേപോലെയുള്ള ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പ്രസ്താവനയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 100 വീടുകൾക്കുള്ള പണം ഒളിഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വിശദമാക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം ചലച്ചിത്ര നിരൂപകനും കവിയുമായ ശൈലൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഒന്ന് പരിചയപ്പെടാം. പോസ്റ്റ് ഇത്തിരി നീളമുള്ളതാണ്, അതുകൊണ്ട് മുഴുവൻ വായിക്കേണ്ട പ്രധാന കാര്യം മാത്രം വായിക്കാം. ശൈലൻ പറയുന്നത് ഇങ്ങനെയാണ്: കൽപ്പറ്റ നഗരത്തിൽ 7 സെൻറ്റ് ഭൂമിയും 1000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടും, അതായത് ഇൻറ്റീരിയറും ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെ ലഭ്യമാവാൻ 20 ലക്ഷം രൂപ വളരെ കൂടുതലാണെന്ന് ആയിരക്കണക്കിന് ഭവന നിർമ്മാണ വിദഗ്ധരുടെയും ആർക്കിടെക്ചറൽ എക്സ്പെർട്ടുകളുടെയും വിശകലനങ്ങൾ നിരന്തരം ഫീഡിൽ വായിക്കാൻ ഇടയായതിനെ തുടർന്ന് എനിക്കും ഒരു വീട് വേണമെന്ന ആഗ്രഹം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം ജീവിച്ച ജീവിതം മൂലധനമാക്കി ഒരു 20 ലക്ഷം രൂപയൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്യാനാകും എന്ന് വിശ്വസിക്കുന്നു. 1 മാസമോ 1 വർഷമോ കാലയളവ് നിങ്ങൾക്ക് നൽകാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. മേൽപ്പറഞ്ഞ വിദഗ്ധരിൽ ആരെങ്കിലും ഒരാൾ കൽപ്പറ്റയിൽ സർക്കാർ ചൂരൽമലക്കാർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും 7 സെൻറ്റിൽ സർക്കാർ ഒരുക്കുന്ന സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു വീട് നിർമ്മിച്ച് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. പാതിയോളം ലാഭമുള്ള വർക്ക് ആയതുകൊണ്ട് ഒരുപാട് പേർ ഇടിച്ചു കയറി വരുമെന്നറിയാം. പക്ഷേ എനിക്ക് ഒരു വീടിനുള്ള ഫണ്ട് മാത്രമേ അറേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ എന്ന് ക്ഷമാപൂർവ്വം അറിയിക്കട്ടെ. ഇതാണ് ശൈലേന്ദ്രൻ്റെ പോസ്റ്റ്. ഈ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ വച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന് 30 അല്ല 100 അല്ല, വേണമെങ്കിൽ 200 വീടുകളും വച്ചു കൊടുക്കാൻ കഴിയും എന്ന്. ഒരു വീട് വയ്ക്കാൻ 8 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് 20 ലക്ഷം വേണമെങ്കിലും കൊടുക്കാം എന്നാണ് വീട് ആവശ്യമുള്ളവർ പറയുന്നത്. പക്ഷേ സർക്കാർ വച്ചു നൽകിയ വീട് പോലെ ഒരെണ്ണം 7 സെൻറ്റ് ഭൂമിയിൽ അവർക്ക് വച്ചു നൽകണം. അതായത് ഭൂമി വാങ്ങിക്കണം, അതിന് സർക്കാർ വച്ചു നൽകിയ വീടുകളുടെ അതേ ഉറപ്പും അതേ സൗകര്യങ്ങളുമുള്ള ഒരു വീട്. മാത്രമല്ല ആ വീട്ടിൽ ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാം വേണം. 20 ലക്ഷം എന്നുള്ളത് 25 ലക്ഷം വേണമെന്ന് പറഞ്ഞാലും വീട് ആവശ്യമുള്ളവർ തരാൻ തയ്യാറാണ്. കാരണം ഇത്രയും സൗകര്യങ്ങളൊക്കെ വച്ച്, അതായത് ഭൂമി വാങ്ങിച്ച് അടച്ചുറപ്പുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ബലവത്തായ ഒരു വീട് വെച്ച് നൽകുമ്പോൾ 20 അല്ല 25 ലക്ഷമോ 30 ലക്ഷമോ വേണമെങ്കിലും ആളുകൾ മുടക്കും. എന്തായാലും ശരാശരി നമുക്കൊരു 25 കൂട്ടാം. 8 ലക്ഷം രൂപയ്ക്ക് ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു വീട് വെച്ച് കൊടുത്താൽ അവരിൽ നിന്ന് 25 ലക്ഷം വാങ്ങിക്കുമ്പോൾ ലാഭമായി കിട്ടുന്നത് 17 ലക്ഷം രൂപയാണ്. അതായത് ലാഭമായി കിട്ടുന്ന പൈസ ഉപയോഗിച്ച് വേണമെങ്കിൽ 2 വീട് വയ്ക്കാം. അങ്ങനെ വീട് ആവശ്യമുള്ള ഒരു 10 പേരെ കിട്ടിയാൽ അവരിൽ നിന്നും 25 ലക്ഷം വീതം വാങ്ങിച്ചാൽ ലാഭമായി കിട്ടുന്ന കാശ് കൊണ്ട് 20 വീടുകൾ വച്ചു കൊടുക്കാൻ പറ്റും. ഇന്നത്തെ സാഹചര്യത്തിൽ 10 അല്ല 100 അല്ല, എത്ര പേരെ വേണമെങ്കിലും കിട്ടും. ഉദ്ദേശക്കണക്കായ ഒരു 50 പേരെ കൂട്ടിക്കൊള്ളൂ. ഏറ്റവും ചെറിയ കണക്കാണിത്. ഈ 50 പേരും 25 ലക്ഷം വച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് കൈമാറിയാൽ 12 കോടി 50 ലക്ഷം രൂപ ലഭിക്കും. ആദ്യം ഈ പണം കൈമാറിയവർക്ക് വീട് വച്ച് കൊടുക്കണം. 8 ലക്ഷം വച്ച് 50 വീടുകൾക്ക് ചിലവാകുന്ന തുക 4 കോടിയാണ്. ഒരു വീടിന് ചിലവാകുന്നത് 8 ലക്ഷം രൂപയാണെങ്കിൽ മാത്രമുള്ള കണക്കാണ് ഞാനീ പറഞ്ഞത്. 8 ലക്ഷം രൂപ മതി എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. അപ്പോൾ 4 കോടി രൂപയ്ക്ക് 50 വീടുകളുടെ പണി മുഴുവൻ കഴിയും. ആ വീടുകൾ ഈ പണം തന്നവർക്ക് കൊടുക്കാം. ആകെ കിട്ടിയത് 12 കോടി 50 ലക്ഷമാണല്ലോ. അതായത് 12.5 കോടി. ചിലവായ പൈസ പോയാൽ 8.5 കോടി രൂപ ബാക്കിയുണ്ട്. 8.5 കോടി വേണ്ട, 8 കോടി മതി 100 വീട് പൂർത്തിയാക്കാൻ. 50 ലക്ഷം പിന്നെയും ഉണ്ട് ബാക്കി. ആ തുകയ്ക്ക് ഒരു 7 വീട് കൂടി അഡീഷണൽ വച്ച് കൊടുക്കാൻ കഴിയും. എന്നാലും വീണ്ടും 2 ലക്ഷം ബാക്കി കാണും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, 25 ലക്ഷം രൂപയ്ക്ക് ചൂരൽമലയിൽ സർക്കാർ നിർമ്മിക്കുന്നത് പോലെയുള്ള ഒരു വീട് വച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 50 അല്ല 100 അല്ല, ആയിരക്കണക്കിന് പേർ വീട് വേണമെന്ന ആവശ്യവുമായി എത്തും. പക്ഷേ യൂത്ത് കോൺഗ്രസിന് ഒരു വീടിന് 8 ലക്ഷം മാത്രമേ ചിലവാകുന്നുള്ളൂ.
കോൺഗ്രസ് സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒരു ഉപസംഘടന രൂപീകരിക്കാനുള്ള അവസരം കൂടിയാണത്. വിദ്യാർത്ഥി സംഘടനയായ KSU, യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ്, കർഷകരുടെ സംഘടനയായ കർഷക കോൺഗ്രസ്, ദളിത് കോൺഗ്രസ്, സേവാദൾ എന്നിവയൊക്കെ പോലെ ആവശ്യക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കോൺഗ്രസ്. ആവശ്യക്കാർക്ക് 25 ലക്ഷം രൂപയ്ക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവൃത്തി. വെറും പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പോരാ, സേവനമെന്ന് തന്നെ പറയണം. അത് സുഖമായി മുന്നോട്ട് പോവുകയും ചെയ്യാം. SFI അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് വർഷങ്ങളായി പൊതിച്ചോറ് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അതുപോലെ ആവശ്യക്കാർക്ക് 25 ലക്ഷം രൂപയ്ക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി യൂത്ത് കോൺഗ്രസിന് ഒരു സേവനമായി ഏറ്റെടുക്കാം. അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം യൂത്ത് കോൺഗ്രസിനോ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. DYFI പൊതിച്ചോറ് കൊടുക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം കുറച്ചു ദിവസം മുമ്പ് ചോദിച്ചത്. മാത്രമല്ല, പൊതിച്ചോറ് കൊടുക്കുന്നതിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്നും പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു. ഇതൊന്നും ചെയ്യാതെ വളരെ മാന്യമായ രീതിയിൽ ആവശ്യക്കാർക്ക് 8 ലക്ഷം രൂപയ്ക്ക്, അല്ല, അത് നിർമ്മാണ ചെലവ്, ആവശ്യക്കാരിൽ നിന്ന് വാങ്ങിക്കേണ്ടത് 25 ലക്ഷമാണ്. അത്തരത്തിൽ നല്ല അടച്ചുറപ്പുള്ള ഒരു വീട് യൂത്ത് കോൺഗ്രസ് നേരിട്ട് ഇടപെട്ട് നിർമ്മിച്ചു കൊടുത്താൽ DYFI ഒക്കെ യൂത്ത് കോൺഗ്രസിന് പിന്നിൽ തലയും താഴ്ത്തി നിൽക്കുകയേ ഉള്ളൂ.